നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികൾക്കേറെ ആശ്വാസം നൽകുന്ന പ്രഖ്യാപനവുമായി ദുബായ്. കൊറോണ വ്യാപനം സൃഷ്ടിച്ച പ്രതിസന്ധിയെ തുടർന്ന് ദുബായിൽ സർക്കാർ സേവനങ്ങൾക്കുള്ള ഫീസ് വർധന മരവിപ്പിച്ച നടപടി 2023 വരെ നീട്ടി പുതിയ പ്രഖ്യാപനം പുറപ്പെടുവിക്കുകയുണ്ടായി. 2023 വരെ സർക്കാർ ഫീസുകളൊന്നും വർദ്ധിപ്പിക്കില്ലെന്നും പുതിയ ഫീസുകൾ ഏർപ്പെടുത്തില്ലെന്നും അധികൃതർ അറിയിച്ചു. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ നിർദ്ദേശപ്രകാരം ദുബായ് കിരീടാവകാശിയും എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് ഇത് സംബന്ധിച്ച പുതിയ ഉത്തരവ് ചൊവ്വാഴ്ച പുറത്തിറക്കിയത്. 3 വർഷത്തേക്ക് സർക്കാർ ഫീസുകളുടെ വർധന നിർത്തിവെച്ച് 2018 ഉത്തരവിറങ്ങിയിരുന്നു. ഇതാണിപ്പോൾ 2023 വരെ നീട്ടി നൽകിയിരിക്കുന്നത്. കോവിഡ് പ്രതിസന്ധിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രവാസികൾക്കും സംരംഭകർക്കും ആശ്വാസകരമായ തീരുമാനമാകുകയാണ്. കോവിഡ് വ്യാപനം റിപ്പോർട്ട് ചെയ്ത 2020 മാർച്ച് മുതൽ ദുബായ് സർക്കാർ നിരവധി ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിവരികയാണ്. 5 സാമ്പത്തിക പാക്കേജുകളാണ് ഈ കാലയളവിൽ പ്രഖ്യാപിച്ചത്. ഇതിനായി 700 കോടി ദിർഹം മാറ്റിവെച്ചിരുന്നു. അതേസമയം UAE ഇതുവരെ 63 ലക്ഷം ഡോസ് കോവിഡ് വാക്സിൻ വിതരണം ചെയ്തതായി ആരോഗ്യ വിഭാഗം. ഒരാൾക്ക് 28 ദിവസത്തിനിടെ 2 ഡോസ് വാക്സിൻ വീതമാണ് നൽകുന്നത്. വൈറസിനെതിരെ മതിയായ അളവിൽ ആന്റിബോഡി ഉൽപ്പാദിപ്പിക്കാത്ത അപൂർവം ചില സന്ദർഭങ്ങളിൽ 3ാമത്തെ ഡോസ് വാക്സിൻ നൽകുമെന്ന് ആരോഗ്യവകുപ്പ് വക്താവ് ഡോക്ടർ ഫരീദ അൽ ഹുസാനി അറിയിച്ചു. അതോടൊപ്പം തന്നെ അബുദാബിയിൽ ബിസിനസ് സമ്മേളനം ഉൾപ്പെടെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കാൻ എത്തുന്നവർക്ക് 48 മണിക്കൂറിനകമുള്ള PCR നെഗറ്റീവ് ഫലം നിർബന്ധം. സംഘാടകരും ജീവനക്കാരും ആഴ്ചതോറും കോവിഡ് പരിശോധിക്കണം. പ്രദർശനങ്ങൾ, സമ്മേളനങ്ങൾ, ശില്പശാലകൾ, സെമിനാറുകൾ, തത്സമയ സംഗീത പരിപാടികൾ, സ്റ്റേജ് ഷോകൾ, ഉത്സവം തുടങ്ങി ജനങ്ങൾ ഒത്തുചേർന്ന പരിപാടികളിൽ പങ്കെടുക്കുന്നവരെല്ലാം PCR ടെസ്റ്റ് നിർബന്ധമാക്കിയിട്ടുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.